ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും വലിയ മലയാളം വെബ് സീരീസാണ് പേരില്ലൂർ പ്രീമിയർ ലീഗ്. പേരില്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് ഇതിൽ കഥാഗതിയിൽ അതിൽ വലിയ ട്വിസ്റ്റുകളോ ടേണുകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്റ്റോറിയിലാണ്. പക്ഷേ എനിക്ക് ഈ സീരീസിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട് ഇതിലെ ക്യാരക്ടേഴ്സാണ്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അതിപ്പോൾ ചെറുതും വലുതുമായ കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ചെറിയ ക്യാരക്ടേഴ്സിനെ പോലും പ്രോപ്പറായിട്ട് വെൽ ഡിഫൈൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചില ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിന് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും ഈ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഇതിൽ എഴുതി കാണിക്കൊന്നുമില്ല, പക്ഷെ അതേപോലെ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒരുപക്ഷെ ഇത് എഴുതിയപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത്. കാരണം വലിയ ആക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നമുക്കറിയാവുന്ന സിനിമകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഹ്യൂജ് ആക്ടേഴ്സ് ഉള്ളതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലേക്ക് പോകേണ്ട കുറേ ആൾക്കാരൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ അവരെ പോലും പ്രോപ്പറായിട്ട് വെൽ ഡിഫൈൻ ആയിട്ട് അവരെ ക്യാരക്ടറായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു തെങ്ങേറ്റക്കാരൻ ആ ഒരു ക്യാരക്ടറിന് ജസ്റ്റ് വെറുതെ വന്നു പോകുക എന്നുള്ളതല്ലാതെ ആ ഒരു ക്യാരക്ടറിന് ഒരു പേര് കൊടുത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എബിലിറ്റി കൊടുത്ത് ഒരു പ്രോപ്പർ സ്ട്രക്ചറിങ് വെച്ച് ആ ഒരു ക്യാരക്ടറിനും ഈ ഒരു കഥയിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ, അതും ഒരു ഹ്യൂമർ ഉണർത്തുന്ന രീതിയിലുള്ള ഈ രീതിക്കാണ് ഈ ക്യാരക്ടേഴ്സിന് മുഴുവനായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ നല്ല ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ സിറ്റുവേഷൻസ് സിനിമ അല്ലെങ്കിൽ ഈ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് മറന്നു പോകും. പക്ഷേ ഈ ക്യാരക്ടേഴ്സും ആ ഒരു പ്ലേസും അതിൻ്റെ ആ ഒരു പ്രിമേഴ്സും നമുക്കിങ്ങനെ ഓർമ്മ നിൽക്കുന്ന രീതിയിലാണ് ഇത് കണ്ട് അവസാനിക്കും നമുക്ക് തോന്നുക. എനിക്കൊരു കുഞ്ഞു രാമായണത്തിനൊരു വൈബ് കിട്ടി. അതിലുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ ഒരു ഗ്രാമത്തിലുള്ള കുറേ ഹിലേറിയസ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, അവരുടെ കുറേ കാര്യങ്ങളൊക്കെയാണ് സീരീസ് ചർച്ച ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ കഥ എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ കണ്ടത്. എനിക്ക് ഈ ക്യാരക്ടേഴ്സ് ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അജു വർഗീസിനൊരു ക്യാരക്ടറുണ്ട്, സൈക്കോ ബാലൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഇങ്ങനത്തെ ഒരു ആക്ടറെ കിട്ടിയിട്ട് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, വളരെ മിനിമൽ ടൈം മാത്രമേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഈ ഒരു എൻറ്റയർ സീരീസിൻ്റെ എൻറ്റയറിറ്റിയിൽ ഫുള്ളുണ്ട്. ആ ഒരു ഗ്രാമത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ആൾക്കാർ പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ വിഷ്വലി കാണിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ഗംഭീര സാധനങ്ങൾ ആ ഒരു ക്യാരക്ടർ തന്നെ ചെയ്യുന്നുണ്ട്. അതും കുറേ ഡയലോഗ്സും കുറേ ഷോർട്സും റീൽസൊക്കെ ഓൾറെഡി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതിലെ ഓരോ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സിനെ വെച്ച്. ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങളാണ് സീരീസിലുള്ളത്. പക്ഷേ ഇതെല്ലാം ഒരു ഗംഭീര ബ്രഹ്മാണ്ഡ ഐറ്റം എന്നൊന്നും എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് കണ്ടിരിക്കാം, വെറുതെ ഇങ്ങനെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന. പക്ഷേ ഈ ക്യാരക്ടേഴ്സിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ തെങ്ങേറ്റക്കാരനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബാലൻ പറ്റിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ ഇതിൽ പ്രധാന വലിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് ഈ സീരീസിൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ സീരീസ് കാണാം. അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെറിയ കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. അത് ഇപ്പോൾ ഒരു എപ്പിസോഡിൽ ചിലപ്പോൾ 1-2 ഇത്തരത്തിലുള്ള പർട്ടിക്കുലർ മൊമെൻ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കുന്ന പോലെ ആണെങ്കിലും ആ ഒരു മൊമെൻറ്റ് വരുന്ന ആ ഒരു കിട്ടുന്ന ഒരു ഫീല് നല്ലതാണ്. എന്നാൽ ഈ ഒരു ക്യാരക്ടേഴ്സിന് വെറുതെ കൊണ്ട് വയ്ക്കില്ല, അവർ വെക്കുന്ന അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അടിപൊളിയാണ്. കുറേ ഹിലേറിയസ് മൊമെൻറ്റ്സ് ഉണ്ട്. അത് ഒന്നിനോട് കണക്ട് ചെയ്തിരിക്കും. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ ഇപ്പോൾ ഒരു തെങ്ങുംതോട്ടത്തിലെ സീക്വൻസ് ആണെങ്കിൽ അതിൽ ഒരു 5-6 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സും ഇത്തരത്തിലുള്ള ഒരു 10-15 മറ്റ് ക്യാരക്ടേഴ്സും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. ഈവൻ ചെറിയ ഡയലോഗ്സിൽ പോലും ഉള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ഒരുപാട് ഹിലേറിയസ് അല്ലെങ്കിൽ ഹ്യൂമർ എലമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഐ തിങ്ക് അതിലൊരു 80% ക്ലിക്കായിട്ടുണ്ടെന്ന് തോന്നി എന്നെ സംബന്ധിച്ച്. അല്ലെങ്കിൽ എനിക്ക് ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ ചീറ്റിപ്പോയിട്ടുണ്ട്, പക്ഷേ കുറേയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പോകുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ എപ്പോഴും ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നൊരു ക്യാരക്ടർ ഇപ്പോൾ വേറെ ആൾക്കാരുടെ മകനെ പറ്റി പറയുന്നത് പോലെ തന്നെ സ്വന്തം മകൻ ഒരു കാര്യത്തിൽ പെട്ടപ്പോൾ ഈ കുരിപ്പിനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നൊരു സീക്വൻസ്. ഇത്തരത്തിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലും ഇല്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും. പക്ഷേ ആ പ്ലേസ്മെൻറ്റ്, ആ ഡയലോഗ് ഡെലിവറി, അത് ആ ഒരു ക്യാരക്ടർ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പറയുന്നു എന്നുള്ളത് കാണിക്കുമ്പോൾ നല്ല രസമുണ്ട്. ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിത് മിസ്സാവും. പക്ഷേ ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ടിരിക്കുന്നു വേണ്ട, നമ്മളിങ്ങനെ ഒരു പോപ്കോൺ വർത്തി വാച്ച് എന്ന് പറയുന്ന പോലെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാടൊന്നുമില്ല, ഇത്തരത്തിൽ കുറച്ച് ചിരിക്കാനുള്ള വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്നൊരു സാധനം തന്നെ. നമ്മുടെ കുഞ്ഞിരാമായണം പോലൊക്കെ തന്നെ ആ ഒരു വൈബ് തരുന്നൊരു സാധനമാണ്. ഇറ്റ്സ് എ നോട്ട് എ മസ്റ്റ് വാച്ച്. ഒരു ഗംഭീരമായിട്ടൊന്നും ഞാൻ പറയില്ല, എങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. 7 എപ്പിസോഡുകളുള്ളത്, എല്ലാവരും 30-35 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 3-3.5 ഞാനൊരു ഒറ്റ സിറ്റിങ്ങിലാണ് കണ്ടത്. ബിഞ്ച് വാച്ച് ചെയ്തിട്ട് ഒരു 3.5-4 മണിക്കൂറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവും.
ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഓൾറെഡി നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.